നമുക്ക് ദീപക്കിലേക്ക് ഒന്ന് പോയി വരാം. ദീപക്കിനോടൊപ്പം ഇപ്പോൾ റഫീഖ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഒരു ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യർക്ക് സർക്കാരിൻ്റെ അതിവേഗത്തിലുള്ള ഒരു പുനരധിവാസത്തിൻ്റെ പാക്കേജാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ദീപക്ക്, നമുക്ക് ചോദിക്കാവുന്നതാണ്, ഇന്ന് സർപ്രൈസുകൾ പ്രഖ്യാപനം എന്തെങ്കിലും ഉണ്ടാകുമോ? വായ്പ എഴുതി തള്ളുന്നതടക്കം. അരുൺകുമാർ, എന്നോടൊപ്പം CPM ജില്ലാ സെക്രട്ടറി റഫീഖ് ചേരുകയാണ്. നേരത്തെ ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്തൊക്കെ ഉരുൾപൊട്ടൽ മേഖലയിൽ സജീവമായി യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്തെങ്കിലും സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? അല്ല, കേരളത്തിലെ ജനങ്ങൾക്കറിയാം, എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായുള്ള പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. പ്രഖ്യാപിച്ചതെല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാജിക് എന്ന രൂപത്തിലല്ല മുഖ്യമന്ത്രി ഒരിക്കലും പെരുമാറാറ്. ഈ കാര്യത്തിലായാലും ആദ്യം ഘട്ടം മുതൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകോത്തരമായൊരു ടൗൺഷിപ്പ് നിർമ്മാണത്തെക്കുറിച്ച് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. വലിയ പ്രതിബന്ധങ്ങൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് കോടതിയെ സമീപിച്ചതായാലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക സഹായമില്ലാതിരുന്നതായാലും ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ദുരന്തബാധിതരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുനരധിവാസം എന്നത്. ആ പുനരധിവാസത്തിന് ലോകോത്തര ടൗൺഷിപ്പ് നേരത്തെ പ്രഖ്യാപിച്ച കാര്യം യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നു എന്ന ഒരു അഭിമാനകരമായ സ്ഥിതിയാണുള്ളത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വളരെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. നേരത്തെ ഈ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ സംസ്ഥാനം, ഇപ്പോൾ അല്പം മുൻപ് റവന്യൂ വകുപ്പ് മന്ത്രി ഒരു പ്രതികരണമുണ്ടായി, സംസ്ഥാനം അത് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ഒരു ഇടപെടൽ നടത്തുന്നു. അപ്പോൾ അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്തും. അല്ല, അത് സ്വാഭാവികമായിട്ടും റവന്യൂ വകുപ്പ് മന്ത്രി സംസാരിച്ചിട്ടുണ്ടാവുക, മുഖ്യമന്ത്രിയൊക്കെ സംസാരിച്ചുകൊണ്ടാണ്. ആരെങ്കിലും ഒരാൾ പറയുന്നതല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ അത് ഗവൺമെൻറ് തലത്തിൽ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും മന്ത്രി അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ കാണേണ്ടത് ദുരന്തബാധിതരുടെ കടം വളരെ ചെറിയ തുക മാത്രമാണുള്ളത്. 10-32 കോടിയോളം രൂപ മാത്രമേ ഉള്ളൂ. അതുപോലും തള്ളാൻ ഏറ്റവും സെക്ഷൻ 13 പ്രകാരം സാധിക്കുന്നതാണ്. അതുപോലും ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ളത്. ഏതായാലും വൈകിട്ട് 4 മണിയോട് കൂടിയാണ് തറക്കല്ലിടൽ. നമുക്ക് ഗംഭീരമാക്കാം. ദീപക്, എന്തായാലും നമ്മളുടെ കൂടുതൽ വാർത്താ സംഘങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് വൈകുന്നേരം തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കാം. വയനാട് തറക്കല്ലിടിയിൽ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ആ വേദികളൊക്കെ പ്രേക്ഷകർക്ക് കാണാം. ഉച്ചയോടുകൂടി എല്ലാം റെഡിയാവും, സെറ്റാവും. ഗോ സെറ്റ് റെഡി ഗോ എന്ന മട്ടിലാണ് കാര്യങ്ങൾ. എളുപ്പം നടക്കട്ടെ. കേസുകൾ ഉണ്ടായിരുന്നതാണ്, അല്പം കാലതാമസം നേരിടുന്ന കേസൊക്കെ ഇപ്പോൾ പരിഹരിച്ചു. പൂർണ്ണമായി പരിഹരിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാര്യം അവർ അപ്പീലുമായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അത് അവിടെ നിൽക്കും. കേസ് ഒരു വഴിക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ വയനാട്ടിൽ നിന്നുള്ള വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടത്. വൈകുന്നേരം 4 മണിക്കാണ് തറക്കല്ലിടിയിൽ ചടങ്ങ്. നമുക്ക് ആ തറക്കല്ലിടി ചടങ്ങിലേക്ക് തിരികെ വരികയും ചെയ്യാം.